കഴിക്കാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഡേറ്റ്സും ഫിഗും ഒക്കെ വെച്ചിട്ടുള്ള ഒരു എനർജി ബാറാണ്. ഇതിലൊരു ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവറോ ഇതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: ഡേറ്റ്സ് കുരുകളഞ്ഞെടുത്തത്, ഫിഗ് അരമണിക്കൂർ ചൂടുവെള്ളത്തിലിട്ടിട്ട് ചെറുതായിട്ട് നുറുക്കിയത്, പിന്നെ കപ്പലണ്ടി ചെറുതായിട്ട് നുറുക്കിയത്, ബദാം നുറുക്കിയത്, വാൾനട്ട്, പിസ്ത, കാഷ്യൂ ഇവയെല്ലാം ചെറുതായിട്ട് നുറുക്കിയത്. ഇങ്ങനെ നമുക്ക് ഈ ഡേറ്റ്സ് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചു കൊടുക്കണം. അതേപോലെ തന്നെ ഫിഗും. ഞാനത് ഭയങ്കരമായിട്ട് അടിഞ്ഞു പോയിട്ടില്ല. അത് ഇടക്ക് കടിക്കാനൊക്കെയുള്ള വിധത്തിൽ, തരികളൊക്കെയുള്ള വിധത്തിലാണ് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഫിഗിലില്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാണ്ടിരിക്കണ്ട. ഇതിന് പകരമായിട്ട് നമ്മൾക്ക് വെള്ളക്കസുകസ് ഇല്ലേ, ആ വെള്ളക്കസുകസ് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ വെള്ള എള്ള് ഇതിൽ ചേർക്കാം. അതേപോലെ എല്ലാ നട്ട്സും വേണമെന്നൊന്നുമില്ല. ഇപ്പൊ ഒരു കപ്പലണ്ടി മാത്രമാണ് ഉള്ളതെങ്കിൽ കപ്പലണ്ടി മാത്രം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാകും. ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നുറുക്കി വെച്ചിരിക്കണം എല്ലാ നട്ട്സും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നെയ്യുടെ ഒക്കെ ഫ്ലേവർ ഈ നട്ട്സിലേക്ക് പിടിക്കും. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിനാണ് നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്യണത്. ഇപ്പൊ ഈ നട്ട്സ് ഈ നെയ്യിൽ മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് ഓഫ് ചെയ്യാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു സ്പൂൺ നെയ്യ് പാനിലേക്ക് ഒഴിക്കും. ഇതിലേക്ക് നമ്മ അരച്ചു വെച്ചേക്കണ ഫിഗും ഡേറ്റ്സും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഡേറ്റ്സും ഈ ഫിഗും നന്നായിട്ട് എടുത്തിട്ട് നെയ്യിൽ ഒന്ന് സോട്ടാവണം. വെള്ളമൊക്കെ വലിഞ്ഞ് വരുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പൊ ഫിഗും ഡേറ്റ്സും നല്ലപോലെ യോജിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ പാത്രത്തിന്റെ അടിയിൽ നിന്ന് അത് വിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ തേനൊന്നും ചേർക്കണില്ല. കാരണം ഈത്തപ്പഴത്തിനും ഫിഗിനും നല്ല മധുരമുള്ളതാണ്. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇഷ്ടമാണെങ്കിൽ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കാം. ഡേറ്റ്സും ഫിഗും നട്ട്സും എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു
ഫോയിലിൽ എന്നിട്ട് ഫോയിലോട് കൂടെ റോൾ ചെയ്ത് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അരമണിക്കൂർ ഇത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുക. ഞാനിത് പെട്ടെന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ഫ്രിഡ്ജിൽ വെക്കണത്. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ഇതേപോലെ തന്നെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മുറിച്ച് വെക്കാം. ഇവിടെ നമ്മുടെ ഡേറ്റ്സ് റോള് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്.